ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ബീട്രൂട്ട് അല്ലേ. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും ഉപയോഗിച്ചിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കറി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ക്യാരറ്റിലാണെങ്കിൽ വൈറ്റമിൻ എ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എന്താണെങ്കിലും ക്യാരറ്റ് പതിവായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ ബീട്രൂട്ട് ആണെങ്കിൽ സ്കിന്നിന് വളരെ നല്ലതാണ്, നിറം വയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കഴിയുന്നത്ര ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ക്യാരറ്റും ചെറുതായിട്ട് അരിയുക. ഞാനിവിടെ ഒരു ഇടത്തരം 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പീരയാണ്. ഞാനിവിടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിരിക്കുകയാണ്, അരഞ്ഞൊന്നും പോയിട്ടില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിൻ്റെ അകത്ത് ഒരു 3 വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. അതുപോലെ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, അത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ വേണ്ടത് പച്ചമുളകാണ്. എരിവിന് ഞാനിവിടെ പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളകാണ്, ഒത്തിരി വലുതല്ല ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് താളിക്കാനായിട്ട് കടുക് വേണം. അതേപോലെ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് വേണം. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ മറ്റെന്തെങ്കിലും കുക്കിംഗ് ഓയിലാണ് എടുക്കുന്നതെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഏകദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇത് മുളക് പൊടി ചേർക്കാതെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തെന്ന് നോക്കാം. ഇതൊരു തോരനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് ഇടാം ഇതിലേക്ക്. അത് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. നമുക്ക് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ആവശ്യമുള്ളത് അനുസരിച്ച് ചേർക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. നമ്മുടെ ഉള്ളി മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും കൂടിയുള്ള മിക്സ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഒതുക്കിയ പീര നമ്മളിതിലേക്ക് ചേർക്കുന്നത്. വെച്ച് വേവിക്കുന്ന സമയത്ത് നമ്മൾ തീ ഒരല്പം ഒന്ന് കുറച്ച് വേണം വെക്കാനായിട്ട്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിനി ഇതൊന്ന് തുറന്നൊന്ന് ഇളക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇപ്പോൾ എണ്ണയൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരല്പം വെള്ളം തളിക്കാവുന്നതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന ഒരു നല്ലൊരു കറിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണിത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ
ഏകദേശം വെന്തിട്ടുണ്ട്. ഇതൊന്നും ഒരുപാട് വേകേണ്ട സാധനമല്ല. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ആ പീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പീരയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഒരല്പം കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് പീര ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും. ഇപ്പം നമുക്ക് തോന്നും പീരയുടെ ആ വെള്ള കളറെല്ലാം അതേപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ഈ കളറെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് കളർ കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. പിന്നെ എരിവൊക്കെ ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പച്ചമുളക് പോരാന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് കൂടി ഇതിൽ ചേർക്കാം. അത് നമ്മൾ താളിക്കുന്ന സമയത്ത് ചേർത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ. കാര്യം ഞാനിവിടെ പച്ചമുളക് മാത്രം ചേർത്തിട്ടാണ് ഇതുപോലെ വെക്കുന്നത്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യണം. കാര്യം നമ്മളിത് ഒത്തിരി വേവിക്കേണ്ട കാര്യമില്ല, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ ആ ഒരു ഗുണം പോകാതെ കിട്ടണമെങ്കിൽ നമ്മൾ ഒത്തിരി വേവിക്കരുതെന്നാണ്. അപ്പോൾ എന്തായാലും തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്ത കൂട്ടുകാർ. അപ്പോൾ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. നിങ്ങൾ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യാം, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ്. എൻ്റെ ഫോട്ടോയാണ് അതിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പേജ് കൂടി ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അറിവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.